ഞാനിന്ന് ഉച്ചയ്ക്ക് ഒരു അടിപൊളി ചായയൊക്കെ കുടിച്ച് കാർട്ടൂണൊക്കെ കണ്ട് അങ്ങനെ രസിച്ചിരിക്കുമായിരുന്നു. കുറെ നേരം കൊണ്ട് ചേട്ടൻ കിടന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ചെല്ലാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി എടുത്ത് കയ്യിലോട്ട് കൊണ്ടുവന്നു. ഇതൊക്കെയാണ് സാധനങ്ങൾ. ഉച്ചയ്ക്ക് കുടിക്കാൻ ഒരു ചായ തന്നിട്ട് നല്ലൊരു പണിയും തന്നിട്ടുണ്ട്. സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ മുകളിലേക്ക് പോയി. ഇപ്പോഴത്തെ വെയിലറിയാലോ, സന്ധ്യ വരെ പൊള്ളും. ചെരുപ്പില്ലാതെ വെളിയിലേക്ക് ഇറങ്ങി കാലിന്റെ അടി പൊള്ളി പുകയും വന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ പണി തറയലൊന്നുമല്ല. എനിക്ക് പോകാനായിട്ട് ആകാശത്തേക്ക് ഒരു ഏണി ചാരിയിട്ടിട്ടുണ്ട്. ഈ ഒരു ടാങ്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പണിസ്ഥലത്ത് എത്തിയെന്ന്. പക്ഷേ അത് അപ്പുറത്തെ വീട്ടിൽ ടാങ്കാണ്. ഏണിയിൽ പിടിച്ച് കയറി ഏറെക്കുറെ മുകളിലെത്തി. താഴേക്ക് വയ്ക്കാൻ വെറുതെ ഇരിക്കുന്ന ചേട്ടനെ കാണാം. വലിഞ്ഞേറി മുകളിലെത്തി ടാങ്കിന്റെ അടപ്പിടിച്ച് കറക്കി വിട്ടു. അപ്പോഴേക്കും അതിന് ഒരു കയ്യിൽ വന്നു. നല്ല തെളിഞ്ഞ വെള്ളം. അടിയിൽ മാത്രമേ ചെളിയുള്ളൂ. ഇനി അതെങ്ങാനും ചേട്ടൻ കണ്ടു കഴിഞ്ഞാൽ എന്റെ കൂടെ ടാങ്ക് കൂടെ കഴുകിയിട്ട് ഇറങ്ങിയതെന്ന് പറയും. അത് പറയുന്നതിന് മുമ്പ് പണി തുടങ്ങാം. ഇതാണ് ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളിംഗ് വാൽവ്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു പണിയും ചെയ്യാൻ നിൽക്കേണ്ട. വെള്ളം നിറയുമ്പോൾ താനെ അങ്ങ് നിന്നോളും. നമ്മൾ വെറുതെ നോക്കിക്കൊണ്ട് നിന്നാൽ മതി. ഉണ്ടായിരുന്ന പശ കയ്യിലെടുത്ത് തേക്കേണ്ടടത്തൊക്കെ തേച്ച് വെച്ചു. ഇവിടെ അധിക സമയം നിൽക്കാൻ പറ്റൂല. വെയിലടിച്ച് വെളുത്തിരിക്കുന്ന ഞാൻ കറുത്തു. പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക് വാൽവ് എടുത്തു. കറക്കി തിരിച്ചാൽ ഫിറ്റ് ചെയ്ത് വെച്ചു. സക്സസ്. താഴേക്ക് വിളിച്ചു പറഞ്ഞു ഓണാക്കാൻ പറഞ്ഞിട്ട് നിമിഷ നേരം കൊണ്ട് വെള്ളം എന്റെ അടുത്തെത്തി. ആദ്യം ഗ്യാപ്പിട്ടാണ് വെള്ളം വന്നത്. പിന്നെ ഒരു ഒറ്റ വരക്കുമായിരുന്നു. എന്തൊരു പവറാണെന്ന് അറിയൂ. സാധാരണ നല്ല ഫ്ലോട്ടിംഗ് വാൽവ് ഒന്നും അല്ലെങ്കിൽ ഈ വെള്ളത്തിനൊന്നും പിടിച്ചു നിർത്താൻ പറ്റൂല. വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം ആ എൽബോ ഇരുന്ന് കരയുന്നുണ്ട്. വാട്ടർ സപ്ലൈയുടെ ലൈന് വിചാരിക്കുന്ന കാലം പവറും കൂടുതലാണ്. എപ്പോ പശ വെച്ച് കഴിഞ്ഞാലും കുറച്ചൊക്കെ വെള്ളത്തിൽ വീഴും. അതൊക്കെ ജോലിയുടെ ഭാഗമാണ്. കുറെയൊക്കെ കൈകൊണ്ട് ഇങ്ങെടുക്കും. അല്ലാത്തൊക്കെ താഴെ ടാപ്പ് വഴി ഇങ്ങെടുക്കും. വെള്ളം ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുന്നത് കാണാം. പതുക്കെ അങ്ങ് നിൽക്കും. ഇനി ആന പിടിച്ചാലും കുലുങ്ങൂല. വെള്ളം കുറയുന്നതനുസരിച്ച് വീണ്ടും റിഫിൽ ആവും. അവിടുത്തെ പണിയും തീർത്ത് ടാങ്ക് അടച്ച് താഴോട്ട് വന്നപ്പോഴേക്കും താഴത്തെ ഒരു പൈപ്പിന്റെ ലീക്ക് ചേട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ശരിയാക്കാൻ പോയിട്ട് നിങ്ങൾ നേരെ വിട്ടോ. ബാക്കി നാളെ കാണാം.